ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ മാല അതെങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ മാലകൾ ഞാൻ മുമ്പ് പലപ്പോഴും ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ 4 ലെയേർഡ് 5 ലെയേർഡൊക്കെ ആയിട്ടുള്ള മാലകൾ. അപ്പം വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര പൊള്ളണ വിലയായിരുന്നു. 2000-3000 ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ബീഡ്സൊക്കെ വാങ്ങി സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ 1/3 പൈസ എനിക്കായിട്ടുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ മാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ഏത് കളർ ബീഡിൽ വേണമെങ്കിലും ഏത് ലെങ്ത്തിലും നെക്ലേസ് പോലെ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ ലെങ്ത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഈ പെൻഡൻറ്റ് സൈഡിൽ വെക്കുന്നതിന് പകരം സെൻറ്ററിൽ വെക്കാം, അല്ലെങ്കിൽ 3-4 പെൻഡൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ മാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ മാല ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സാണ്. ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടൊരു പെൻഡൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, സിൽവർ കളറിലുള്ളത്. പിന്നെ നമ്മൾ മാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ട ചില ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ ത്രെഡ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മെറ്റാലിക് ഇതിലുള്ള ഒരു ത്രെഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ റോളായിട്ടാണ് കിട്ടുന്നത്, കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത് മെയിൻലി ഗോൾഡൻ കളറിലും സിൽവർ കളറിലും നമുക്ക് ഈ ത്രെഡ് കിട്ടും. പിന്നെ ഇപ്പോൾ ഈ മാല ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് 4 ലെയേർഡായിട്ടാണ്. അത് 4 ലെയറുള്ള മാലയാണിത്. അപ്പോൾ അതിന് കണ്ടോ, അതിൻ്റെ എൻഡിൽ പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ അങ്ങനെ നമ്മുടെ കുളത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് 4 ലെയേർഡ് ആയതുകൊണ്ട് കണ്ടോ, ഇങ്ങനെ 4 ലെയേഴ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പർ. അപ്പം പണ്ടൊക്കെ നമ്മൾ മാല കോർത്തിട്ട് അറ്റെത്തുമ്പോൾ കെട്ടുമല്ലോ. അപ്പോൾ അതിന് പകരം ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോപ്പർ ഉപയോഗിച്ചാൽ മതി. ഈ സ്റ്റോപ്പർ വെച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കെട്ടുന്നതിന് തുല്യമാണ്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാല ഉണ്ടാക്കുമ്പോൾ ഇതിന് സിസേഴ്സ്, പിന്നെ ഇത് നമുക്ക് പ്ലെയർ പോലത്തെ ഒരു സാധനമുണ്ട് മാല ഉണ്ടാക്കാനായിട്ട്, പിന്നെ ഫോസെപ്സ് പോലത്തെ. ഈ 3 സാധനങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിനകത്ത് മാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇപ്പം ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് മാല ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള, നമുക്കിപ്പോൾ ഒരു ഡ്രസ്സുണ്ട്, ഒരു മാലയുണ്ട്, ഒരു സാരിയുണ്ട്. അപ്പോൾ ആ സാരിക്ക് ചേർന്ന ഒരു മാല വേണം, അല്ലെങ്കിൽ ആ ഡ്രസ്സിന് ചേർന്ന ഒരു മാല വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കളറിലുള്ള ബീഡ് വാങ്ങി നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടേതായ ടേസ്റ്റിൽ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ഡിസൈൻ, നമ്മുടേതായ ഇൻട്രസ്റ്റ് അതിനകത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ മാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മാല ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രെഡ് ഒരു 4 ത്രെഡ് വെട്ടിയെടുക്കണം. അപ്പം 4 ലെയേഴ്സായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മാല. അപ്പം 4 ത്രെഡ് വെട്ടിയെടുക്കുക. അത് നമ്മുടെ എന്തോരം ഇറക്കം വേണോ അതനുസരിച്ച് നമ്മൾ വെട്ടിയെടുക്കുക. എന്നിട്ട് ഈ 4 എണ്ണവും നമ്മൾ ഇതിൻ്റെ ഈ കുളത്തിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഈ 4 ത്രെഡും ഫിക്സ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ത്രെഡ് എടുത്തു, എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ ഈ സ്റ്റോപ്പർ കോർക്കുകയാണ്. അപ്പോൾ 2 സ്റ്റോപ്പർ നമ്മൾ ഇടുന്നുണ്ട്. ആക്ച്വലി നമുക്കൊരു സ്റ്റോപ്പറിൻ്റെ ആവശ്യമുള്ളൂ സാധാരണ മാലകൾക്കൊക്കെ, എന്നാലും നമ്മൾ 2 സ്റ്റോപ്പർ ഇടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ പൊട്ടിപ്പോകത്തില്ല, അല്ലെങ്കിൽ വിട്ടു പോരത്തില്ല. അത് ഡബിൾ സ്ട്രെങ്ത്താണ്. ഇട്ട് കണ്ടോ, ഈ അറ്റം ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഈ സ്റ്റോപ്പർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാം. ഈ എൻഡിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് മാക്സിമം എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളിത് ഈ പ്ലെയർ വെച്ച് ഫിക്സ് ചെയ്യുക 1 by 1. കണ്ടോ, ഇപ്പോൾ ഈ ഒരു സ്റ്റോപ്പർ അവിടെ ഫിക്സായി. ഇനി അടുത്ത സ്റ്റോപ്പർ.
നമ്മൾ ഈ സ്റ്റോപ്പർ ഫിക്സ് ചെയ്യുമ്പോൾ ഈ ത്രെഡ് ഒരിത്തിരി ലൂസായിട്ട് ഇടണം. കാരണം നമ്മളിതൊരു മെറ്റാലിക് ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്നുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു എൻഡ് നമ്മൾ ഈ കുളത്തിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഓരോ എൻഡും കണ്ടോ, സ്റ്റോപ്പർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുപോലെ നമ്മൾ ഈ എല്ലാ 4 ത്രെഡും ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ അതാ നമ്മൾ ഈ 4 ത്രെഡ്സും ഈ കുളത്തിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തു, സ്റ്റോപ്പർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ത്രെഡിലേക്കും നമ്മൾ ഈ ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതാ ഞാൻ ഒരു ത്രെഡിലോട്ട് ബീഡ്സ് കോർക്കുന്നതിനെ കാണിച്ചു തരാം. ഇത് മെറ്റാലിക് ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ വേറെ നീഡിൽ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എൻ്റെ ഒരുവിധം ഷാർപ്പാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ബീഡ്സ് കോർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ എൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന ആ ത്രെഡിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ബീഡ്സ് കോർത്ത് കൊടുക്കണം, കയറ്റി കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഈ ത്രെഡിൻ്റെ ഒരു എൻഡും ഇങ്ങനെ നമുക്ക് പുറത്ത് നമ്മുടെ ദേഹത്ത് കുത്തിക്കൊള്ളുകയോ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയോ ഒന്നുമില്ല. അതേസമയം നമ്മൾ ഈ ത്രെഡ് ഇവിടെ കെട്ടിട്ട് കൊടുക്കുകയോ അങ്ങനെ വേറെ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇങ്ങനെ എൻഡ് ഷാർപ്പ് എൻഡ്സ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതാവുമ്പോൾ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കൺസീലായി പൊക്കോളും. അപ്പം അങ്ങനെ ഈ എൻഡിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ 2 ത്രെഡിൻ്റെ ഉള്ളിലേക്കും ബീഡ്സ് കോർത്താൽ മതി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ബീഡ്സ് കോർത്ത് ഈ 4 ത്രെഡ്സും ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്കിത് കോർക്കാം. നമുക്കിത് ഇങ്ങനെ കുത്തി കൊടുത്ത് ഇങ്ങനെ കുത്തി നമുക്ക് കോർക്കാം. കേട്ടോ, അങ്ങനെ കോർക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതാ കംഫർട്ടബിൾ, ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കോർക്കണമെങ്കിൽ അങ്ങനെ കോർക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കോർക്കാം. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കോർക്കും. കാരണം ഇത് കുറച്ചധികം ബീഡ്സ് ഉണ്ട്. നമ്മൾ ചെറിയ ക്രിസ്റ്റൽ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഹോള് വളരെ ചെറുതാണ്. ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് കോർക്കാനായിട്ട്. എന്നാലും നമ്മൾ ഈ ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് ഇങ്ങനെ പല ലെയേഴ്സായിട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായി കാണാം, വലിയ ക്രിസ്റ്റൽ ബീഡ്സ് ഇടുന്നേക്കാളും. നമ്മൾ ഈ 4 ത്രെഡ്സിലും ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് കോർത്തു. ഇതിൻ്റെ ഒരെൻഡ് നമ്മൾ തുടക്കത്തിലേ ഫിക്സ് ചെയ്തായിരുന്നു സ്റ്റോപ്പർ വെച്ച്. ഇനി അടുത്ത ഓപ്പോസിറ്റ് എൻഡ് ഇതെല്ലാം കോർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതൊരു മാലയുടെ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതിവിടെ ഫിക്സ് ചെയ്യണം. ഈ 4 1 by 1 ഓരോ ഹോളിലേക്ക് ഫിക്സ് ചെയ്യണം.
അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇതിലോട്ട് 2 സ്റ്റോപ്പർ കോർക്കുക. കോർത്തിട്ട് നമ്മൾ ഈ ഹോളിലേക്ക് ഇടുക. ഇട്ടിട്ട് തിരിച്ച് നമ്മൾ ഈ സ്റ്റോപ്പറിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക. നേരത്തെ മറ്റേ എൻഡിൽ പറഞ്ഞ പോലെ തന്നെ വല്ലാതെ ടൈറ്റായിട്ട് വെക്കണ്ട. ഒരു ഇത്തിരി സ്പേസ് ഇടുന്നതാണ് നല്ലത്. വല്ലാതെ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇടുമ്പോഴേക്ക് ഇത്തിരി മാല അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കുന്ന പോലെ തോന്നും നമുക്ക്. ഓക്കെ, കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഈ സ്റ്റോപ്പർ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, ഒരു പ്ലെയർ കഴിഞ്ഞു. ഒരു സ്റ്റോപ്പർ ഫിക്സ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റോപ്പർ ഫിക്സ് ചെയ്തു. ഇത് ഫിക്സായി. ഇനി നമ്മൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കോർത്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ 4 ലെയേർഡ് മാല ഇപ്പോൾ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെൻഡൻറ്റ്, ഇത് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഈ പെൻഡൻറ്റ് നമ്മളിതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മാലകൾക്ക് കണ്ടേക്കുന്നത് ഇങ്ങനെ സെൻട്രലായിട്ടല്ലേ. നമ്മളിതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനത്തെ മാലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇതിങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതുണ്ട്, നമുക്ക് സൂചിയും നൂലും കോർക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ സൂചിയും നൂലും വെച്ചാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് ഒരു സൈഡിൽ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ പെൻഡൻറ്റ് പിടിപ്പിക്കാനായിട്ട് ഞാൻ ഈ പെൻഡൻറ്റ് ഈ മാലയുടെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം നമുക്ക് പിടിപ്പിക്കേണ്ട ആ പൊസിഷനിൽ വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അപ്പം നമ്മൾ ഈ മാല നമ്മൾ കഴുത്തിലിട്ട് കഴിയുമ്പോൾ സൈഡിൽ കാണാൻ മാതിരിയാണ് ഈ പെൻഡൻറ്റിൻ്റെ പൊസിഷൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ പെൻഡൻറ്റ് താഴെയായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ വൈറ്റ് കളർ നൂല് ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ കോർത്തെടുത്തിട്ടുണ്ട്. ഈ സൂചി ഉപയോഗിച്ചാണ് കോർത്തത്. സൂചി എന്ന് പറഞ്ഞാൽ ചെറിയ ബീഡ് കോർക്കണ വണ്ണം കുറഞ്ഞ സൂചി ഉപയോഗിച്ച്, എന്നാലാണ് ഈ ഹോളിൽ കൂടെ ഇതിൻ്റെ കയറി വരുള്ളൂ. അപ്പം അങ്ങനെ നൂല് കോർത്തിങ്ങനെ വെച്ചു. ഇനി നമ്മൾ ഈ നൂല് നമ്മൾ ഈ 4 ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ആദ്യം തന്നെ നൂല് ഈ നമ്മൾ ഈ പെൻഡൻറ്റുമേ ഒന്ന് ഫിക്സ് ചെയ്യണം. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പെൻഡൻറ്റുമേ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് നേരെ പൊസിഷനിൽ ഇത് വരേണ്ട അതേ പൊസിഷനിൽ നേരെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ 2 ലെയറിലാണ് ആദ്യം കെട്ടിക്കൊടുക്കുന്നത്.
നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. പിന്നീട് അഴിഞ്ഞു പോരാതിരിക്കാൻ രീതിയിൽ ഓക്കെ, ഡബിൾ നോട്ടിട്ട് നമ്മൾ കെട്ടി. ഇനി ഇത് മറ്റ് ലെയേഴ്സും കൂടി ഇതിൻ്റെ ഈ പെൻഡൻറ്റിൻ്റെ ഇത് താഴെ ഭാഗം ഇത്തിരി വീതി കൂടിയതാണല്ലോ. അപ്പോൾ നമുക്കവിടെ ഈ 4 ലെയേഴ്സിനെയും നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ 3ാമത്തെ ലെയറിനെയും ഇതിലേക്ക് ഫിക്സ് ചെയ്തു. ഇത് വിട്ടുപോകാതിരിക്കാതെ നമുക്കൊന്ന് ട്രിപ്പിൾ നോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ 3ാമത്തെ ലെയറും ഫിക്സായി. ഇനി ഈ സൈഡിലുള്ള ലെയറും കൂടി നമുക്കിതിലോട്ട് ഫിക്സ് ആക്കാം. ഈ 4ാമത്തെ ലെയറും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ട്രിപ്പിൾ നോട്ട് ഇട്ട് ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഫിക്സായി. കണ്ടോ? പിന്നെ ഇത് അഴിഞ്ഞു പോകത്തില്ല. ഇനിയിപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഈ പെൻഡൻറ്റ് നമുക്കിവിടെ ഗ്ലൂ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി ഈ പൊസിഷനിൽ. പക്ഷെ ഞാനിത് ഇങ്ങനെ നോട്ടിടാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഗ്ലൂ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ ഏതെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് വിട്ടുപോയാലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നോട്ടിട്ട് കൊടുത്താൽ എന്തായാലും അത് ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും അത് പോവില്ല. നമ്മൾ കണ്ട അപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ മാല കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് നമ്മുടെ മാല. അപ്പം എങ്ങനെയുണ്ട് മാല? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ? നമ്മുടെ ബ്ലാക്കും സിൽവറും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കോമ്പിനേഷനിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ത്രെഡും ഈ നമ്മുടെ കുളത്തൊക്കെ സിൽവർ കളറാണ് പ്രിഫറബിൾ. എൻ്റെ കയ്യിൽ സിൽവർ കളർ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊന്നും ഫ്രണ്ടിലേക്ക് കാണത്തില്ല. ഇത് ബാക്കിലായിരിക്കും, നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കളർ തീമിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. എന്നാലും സിൽവർ വെച്ച് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു കൂടുതൽ പെർഫെക്ഷന് നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ മാല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമുക്ക് വീണ്ടും ഒരു ആർട്ട് വർക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.